ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ സർവശക്തനായ ദൈവത്തെ പറ്റിയുള്ള പുതിയ നിയമത്തിലെ പരാമർശങ്ങളിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഭാഗം ദൈവജനം ശ്രോതാക്കൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഏറ്റവും ഗുരുതരമായ തെറ്റായ വ്യാഖ്യാനങ്ങളും പഠിപ്പീരുകളും നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യണമേ എന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. സ്ത്രീത്വം എന്ന വിഷയം വചനാടിസ്ഥാനത്തിലുള്ളതല്ല. അത് 100% പൈശാചികവും കൾട്ടുമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ അന്നത്തെ സഭ പിതാക്കന്മാർ ഒന്നിച്ചേർന്ന് നിക്കിയ സുനോദോസ് നടത്തുകയും അതിലെടുത്ത തീരുമാനമനുസരിച്ചാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം എന്ന ആശയം തന്നെ തലപൊക്കിയത്. അത് വചനവിരുദ്ധമാണ്. ഇത് മാത്രമല്ല പൈശാചികവുമാണ്. പിശാചിൻ്റെ വലിയ തട്ടിപ്പാണ്, തന്ത്രമാണ്. ഇത് കേൾക്കുമ്പോൾ ദൈവജനത്തിന് വിശ്വസിക്കാൻ പ്രയാസം തോന്നിയേക്കാം. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരുവചന വെളിച്ചത്തിൽ സത്യമാണോ എന്ന് വിലയിരുത്തി ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കണമേ എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഏത് വിധേനയും യേശുക്രിസ്തുവിനെ പോലും ചതിക്കുവാൻ തന്ത്രമൊരുക്കിയ പിശാച് നമ്മെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ലല്ലോ. ആദാമിനെയും ഹവ്വായെയും ചതിച്ച പിശാച് അവൻ്റെ സകല തന്ത്രങ്ങളുമായി ഇന്നും ദൈവജനത്തിൻ്റെ ഇടയിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ അവൻ അലറുന്ന സിംഹം എന്ന പോലെ നടക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ ദൈവമക്കളെ. അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശനങ്ങൾ നാം പുതിയ നിയമത്തിൽ ചിന്തിച്ചു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ പറ്റി പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ, സർവശക്തനായ ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ, അപ്പോസ്തലന്മാരും മറ്റുള്ളവരുമൊക്കെ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ഭാഗങ്ങളൊക്കെ പല ഭാഗങ്ങളിലായി നാം ചിന്തിച്ചതാണല്ലോ. അവിടെ ഒന്നും യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളില്ലേയില്ല. നാം ആവർത്തന വിരസത വരുമെങ്കിൽ പോലും ഒന്ന് ഓർപ്പിക്കട്ടെ. യേശു ദൈവമാണ് എന്ന് പഴയ നിയമത്തിൽ കൃത്യമായി പറയുന്ന ഒരു വാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വീരനാം ദൈവം നിത്യപിതാവ് എന്നൊക്കെ പറയുന്ന വാക്യങ്ങളുണ്ട്. നാം ആ ഭാഗമൊക്കെ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സംശയമുള്ളവർ എന്നെ വിളിച്ചാൽ കൃത്യമായ മറുപടി ഞാൻ നൽകാം. എനിക്കറിയാവുന്ന മറുപടി. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ തോമാസ് ലീഹ പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം കാണാം. അങ്ങനെ യേശുവിൻ്റെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു ഭാഗം. പിന്നെയുള്ളത് റോമാലേഖനം 9-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ തീത്തോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും യേശു ദൈവമാണ് എന്ന് ചിന്തിക്കാവുന്ന വാക്യങ്ങളുണ്ട്. അത് സത്യമാണ്. പക്ഷേ അത് ആഴമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭാഷയുടെ വൈകല്യം കൊണ്ട് സംഭവിച്ച ചില അബദ്ധങ്ങൾ മാത്രമാണ് അവയെന്ന്. അതുപോലെ പിന്നെ ചിലർ പറയുന്നു, എന്നെ കണ്ടവൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞ് യേശുവിനെ ദൈവമാക്കാൻ ശ്രമിക്കുന്ന വിവരദോഷികളുടെ വിവരക്കേട് കാണുമ്പോൾ സഹതാപവും സങ്കടവും തോന്നുകയാണ്. അതൊക്കെ 100% പൈശാചികമാണെന്നുള്ള ഒരു സംശയവുമില്ല. കാരണം സ്പഷ്ടമായി തിരുവചനത്തിൽ അസന്നിഗ്ധമായി യേശു ദൈവപുത്രനാണെന്നും ഏക സത്യ ദൈവമേ ലോകത്തിലുള്ളൂ എന്നും വചനം കൃത്യമായി പഠിപ്പിക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റു തലത്തിൽ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പൈശാചികമെന്നല്ലാതെ എന്ന് പറയാൻ. അതുകൊണ്ട് ദൈവജനം വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഈ ഭാഗങ്ങൾ ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റ് വിടുകയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം ഓർപ്പിക്കട്ടെ.
പഴയ കത്തോലിക്ക ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിലുമൊക്കെ യഹോവ എന്ന പദമില്ല. അവിടെ യഹോവ എന്ന പദത്തിന് പകരം ഇംഗ്ലീഷിൽ ലോർഡ് എന്നും കത്തോലിക്ക ബൈബിളിൽ കർത്താവെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ അത് യേശുവാണ് എന്നൊരു തെറ്റായ ധാരണ പലരുടെയും ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്. അതും വചനവിരുദ്ധമാണ്. അത് ആരംഭത്തിലേ നമുക്ക് തെളിയിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു: ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 20-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ജോസഫിന് പ്രത്യക്ഷനായ കാര്യമാണ്. കർത്താവിൻ്റെ ദൂതൻ എന്ന് പറയുമ്പോൾ ആരുടെ? യേശു ജനിക്കാൻ പോകുന്ന യേശുവിൻ്റെ ദൂതനാണോ? സർവശക്തനായ യഹോവയായ ദൈവത്തിൻ്റെ ദൂതനാണോ? സംശയമില്ലല്ലോ. അത് യഹോവയായ ദൈവം എന്നുള്ള ദൂതനെ അയച്ച് ജോസഫിൻ്റെ കാര്യം ബോധവൽക്കരിക്കുകയാണ് എന്നതിന്. ഇപ്പോൾ കർത്താവ് എന്ന് കാണുമ്പോൾ അത് യേശുവാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, യഹോവയായ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ജോസഫിൻ്റെ സംശയം മാറ്റുകയാണ്. താനുമായൊരു ബന്ധവുമില്ലാതെ തനിക്ക് വിവാഹം ചെയ്തിരിക്കുന്ന ഭാര്യ ഗർഭിണിയായ വിവരം പറഞ്ഞപ്പോൾ യോസഫിനുണ്ടായ മാനസിക സംഘർഷം അതറിഞ്ഞ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സത്യാവസ്ഥ തന്നെ ബോധ്യമാക്കുന്നതാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം എന്ന് സ്പഷ്ടമാണല്ലോ. വീണ്ടും അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നമ്മൾ കാണുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയും. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യേശുവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ് നമസ്കരിക്കാൻ വരുന്ന വാർത്തയുടെ ഭാഗമാണല്ലോ. അത് നമുക്കറിയാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം മേഘാപ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ഉത്ഭവം, അതായത് യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മീഖാപ്രവാചകൻ്റെ പുസ്തകത്തിൽ. അത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ, യഹൂദാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദാ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. 6-ാം വാക്യം നമ്മൾ വായിച്ച 2:6 മത്തായി. ഇങ്ങനെ അസന്നിഗ്ധമായി അവിടെയും നമുക്കറിയാമല്ലോ, പ്രവചന ശുശ്രൂഷ, പ്രവചന സത്യം വ്യക്തമായി വെളിപ്പെടുകയാണ്. യേശുവിനെ പറ്റിയുള്ള പ്രവചനം നിവർത്തിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെയും അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഇവിടെ നോക്കൂ, കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അതേതായി ദൂതൻ? യേശുക്രിസ്തുവിൻ്റെ ദൂതനാണോ? സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ ദൂതനാണോ? സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. ഇങ്ങനെ തിരുവചനത്തെ ഗ്രഹിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്തുവാൻ സഹായമാകുന്നത്. വളരെ ഒരു സംശയമില്ലാതെ നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനമേ, നമ്മുടെ തിരുവചന പഠനത്തിൽ വളരെ ശ്രദ്ധയോടെ ഗ്രഹിക്കാൻ ശ്രമിക്കൂ. 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കൂ. സുവിശേഷം 3-ാം അധ്യായം 16, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി. കണ്ടു, ഇവിടെ യഹോവയായ ദൈവം യേശുക്രിസ്തു വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ദൈവം തന്നെ സാക്ഷി പറയുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവാണെങ്കിൽ പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി തന്നിൽ വസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്?
യേശു ക്രിസ്തുവും ദൈവവും രണ്ടും രണ്ടാണെന്നും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും തെളിയിക്കുന്ന എത്ര മനോഹരമായ വാക്യങ്ങളാണ് ദൈവമക്കളെ. യേശു ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. പ്രപഞ്ചോൽപ്പത്തിക്ക് മുൻപേ യേശു സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി യേശു ക്രിസ്തുവാണ്. അത് നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ നിലപ്പാലിൽ റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. സർവശക്തനായ ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തികൾ സമയാസമയങ്ങളിൽ കൃത്യമായി ചെയ്യുന്നു. അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥനാപൂർവം വായിച്ച് ധ്യാനിച്ച് ഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. കർത്താവ് എന്ന് കേട്ടാൽ ഉടനെ അത് യേശുവാണ് എന്നൊരു തെറ്റിദ്ധാരണ പല ദൈവമക്കൾക്കുമുണ്ട് എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ള പഠിപ്പിലൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം കടക്കുന്നില്ല. അത് മറ്റു വശത്ത് ചിന്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും കർത്താവ് എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു മാത്രമാണെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. യഹോവയായ ദൈവത്തെ, ഏകസത്യ ദൈവത്തെ കർത്താവ് എന്ന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തുവിന് കർത്തൃത്വമുള്ളത് തന്നെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തികളിൽ മാത്രമേ ഉള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. പാപം ക്ഷമിക്കാനും യേശു ക്രിസ്തുവിന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടെന്നതും സത്യമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു കർത്തൃത്വം നടത്തുന്നത് തന്നെ രക്ഷിതാവായി അംഗീകരിക്കുന്ന തൻ്റെ മക്കൾക്ക്, അതായത് പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്ത ദൈവമക്കളിൽ കർത്തൃത്വം നടത്തുന്നു എന്നത് ശരിയാണ്. അവരുടെ ആത്മാക്കളുടെ ഇടയനായി യേശു ക്രിസ്തു അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. എന്നാൽ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന സകലത്തിൻ്റെ മേലും സർവാധികാരവുമുള്ള മഹാദൈവം, ഏകസത്യ ദൈവം, ആ ദൈവമാണ് സകലത്തിൻ്റെയും കർത്താവ് എന്ന് തിരുവചനം അസന്നിഗ്ധമായി രേഖപ്പെടുത്തുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആമുഖമായി മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം യോസഫിന് ദൈവമയച്ച ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച ഭാഗം ഓർപ്പിച്ചത്. അവിടെ 2 ദൈവം എന്ന പദമല്ല, കർത്താവ് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് യഹോവയായ ഏകസത്യ ദൈവം തന്നെയാണ് എന്ന് എൻ്റെ കേൾവിക്കാർക്ക് ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതേതായാലും യേശു ക്രിസ്തുവിനെ പറ്റി അല്ലെന്ന് സ്പഷ്ടമാണല്ലോ. എന്ന് പറഞ്ഞാൽ ആ പ്രത്യക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ദൈവം അയച്ച ദൂതൻ, ദൈവം അല്ലെങ്കിൽ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കർത്താവ് എന്ന് പറയുന്നത് മഹോന്നതനായ മഹാദൈവത്തെ ഉദ്ദേശിച്ചാണ് എന്ന് സംശയമുണ്ടാവില്ലല്ലോ. അത് ഓർപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. നമുക്കറിയാം, തിരുവചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിറഞ്ഞു നിൽക്കുന്ന യഹോവ എന്ന നാമമുള്ള സൈന്യങ്ങളുടെ കർത്താവായ ഏകസത്യ ദൈവത്തെ തിരുവചനത്തിൽ അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംശയത്തിനും സ്ഥാനമില്ലാതെ വണ്ണം വിശുദ്ധലിഖിതം വ്യക്തമായി ഈ വിഷയം വെളിപ്പെടുത്തുന്നുണ്ട്. തിരുവചനം നമുക്കറിയാമല്ലോ, ദൈവമല്ലാത്ത പലതിനെയും മോശയെ പോലും ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയ തിരുവചന ഭാഗം നമുക്കറിയാമല്ലോ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും മോശയെ ദൈവം തന്നെ ദൈവമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വായിക്കാൻ കഴിയും. എന്നാൽ മോശ ദൈവമല്ലല്ലോ. എന്നതുപോലെ ചില വാക്കുകളോ ചില ആശയങ്ങളോ ഒക്കെ ഒരു പക്ഷേ യേശുവിനെ പറ്റി ദൈവം എന്ന് തോന്നത്തക്കവണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യേശു ദൈവമല്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റാതിരിക്കുവാൻ, തിരുവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും മർമ്മവും സത്യമായി ഗ്രഹിക്കുവാൻ ദൈവജനമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, ഇവിടെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദൈവം കൽപ്പിക്കുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അല്ലേ? അത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗം 20-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും അത് ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളപ്പോൾ
യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് യേശുവിനെ ആരാധിച്ച ചരിത്രം ആരാണ് നമ്മെ പഠിപ്പിച്ചേക്കുന്നത്? തിരുവചനത്തിൽ ആരാണ് നമുക്കതിന് ഉപദേശം തന്നിരിക്കുന്നത്? അത് എന്തെങ്കിലും തെളിവ് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അറിയാമെങ്കിൽ ദയവായി എന്നെ വിളിച്ചൊന്ന് അറിയിക്കണം. ഏതെങ്കിലും ഒരു വാക്യം അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് യേശുക്രിസ്തുവിനെ ആരാധിക്കാം എന്ന് പറയുന്ന ഒരു വാക്യം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ റെഫറൻസ് എന്നെ ഒന്ന് അറിയിച്ചാൽ എനിക്ക് ഉപകാരമായി എൻ്റെ തെറ്റിദ്ധരുത്തണമെങ്കിൽ തിരുത്താൻ സാധിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും ഏകസത്യദൈവമായ മഹോന്നതനായ മഹാപരിശുദ്ധനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. യേശുക്രിസ്തു പോലും സമരിയക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പിതാവിനെ സത്യനമസ്കാരികൾ ആത്മാവിനെ സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ധാരാളം തെളിവുകൾ ആ നിലയിലുണ്ട്. ദൈവം മാത്രമാണ് ആരാധ്യൻ. യേശുക്രിസ്തു ആരാധ്യനാണെന്ന് പറയുന്നത് വിരുദ്ധമാണ്, പൈശാചികമാണ്. ഇതിനൊരു തെളിവുമില്ല. അപ്പോസ്തലന്മാരും ആരും യേശുവിനെ ആരാധിച്ചായിട്ട് നമുക്കൊരു ചരിത്രം കാണുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. തുടർന്ന് നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൽ യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുന്ന ഭാഗം കാണാം. അതിൻ്റെ 4-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന പിശാചിനോട് പറയുന്ന മറുപടിയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഭാഗം ശ്രദ്ധിക്കൂ. പിന്നീട് നമുക്കറിയാം, പിശാച് യേശുക്രിസ്തുവിനെ ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് ചാടുവാൻ പറയുകയാണ്. ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടു, നിന്നെ സൂക്ഷിക്കാമല്ലോ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്ന മറുപടി 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയും തൻ്റെ ദൈവത്തെ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന അനുഭവം നമുക്ക് കാണാമല്ലോ. തുടർന്ന് അതിൻ്റെ 8-ാം വാക്യത്തിൽ, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ച് വീണെന്നെ നമസ്കരിച്ചതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. ഇത് അല്പം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. പിശാച് ഈ ലോകത്തിൻ്റെ അധിപതിയാണെന്നും സർവവും അവൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നുവെന്നും അവൻ്റെ കയ്യിലിരിക്കുന്നുവെന്നും ഒരു ആധിപത്യത്തിലിരിക്കുന്നുവെന്നും വ്യക്തമായി തെളിയിക്കുന്ന ഒരു വാക്യമാണിത്. യേശു അതിനെ നിഷേധിച്ചില്ല. ഇതൊക്കെ എൻ്റേതാണെന്ന് പിശാച് പറയുമ്പോൾ ഇത് നിൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റേതാണ്, അല്ലെ എൻ്റേതാണ് എന്നൊന്നും യേശു അവകാശവാദം ഉന്നയിക്കുന്നില്ല. അവിടെ പിശാച് പറയുന്നുണ്ടല്ലോ, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം, ഈ കാണുന്ന സകല മഹത്വവും പ്രതാപവും നിനക്ക് തരാമെന്ന് യേശുവിനോട് പിശാച് പറയുമ്പോൾ യേശു പറയുന്ന ഉത്തരം ശ്രദ്ധിക്കൂ. 10-ാം വാക്യത്തിൽ യേശു അവനോട്: സാത്താനേ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വളരെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ദൈവമക്കളെ. യേശുക്രിസ്തു പിശാചിൻ്റെ തല തകർത്തു എന്നും അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇപ്പോൾ പിശാചില്ലെന്നും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുന്ന വലിയ പണ്ഡിതന്മാരായ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ. നിങ്ങൾ പലരും കേൾക്കുന്നുണ്ടാവും, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ തിരുവചനത്തിൽ വളരെ അസന്നിഗ്ധമായി പറയുന്നു. യേശു കർത്താവ് തന്നെ സാക്ഷ്യം പറയുന്ന വാക്യങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ: ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പോലും ഈ ലോകത്തിൻ്റെ പ്രഭു ഇവിടെ വാണിരുന്നു എന്ന് യേശുക്രിസ്തു തന്നെ സാക്ഷ്യം പറയുകയാണ്. 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കുന്നല്ലോ: ഞാൻ ഇനി നിങ്ങളോടുകൂടെ വളരെ സംസാരിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല
വീണ്ടും ലോകത്തിൻ്റെ പ്രഭുവിനെ പറ്റി യേശുക്രിസ്തു പറയുന്ന സാക്ഷ്യം അല്ലേ? അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ. അതിൻ്റെ 11 പിന്നെയും അതിൻ്റെ 16-ാം വാക്യം 16-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അതിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും എന്ന് യേശു പറയുന്ന വാക്യം. അപ്പോൾ ചിലർ പറയും, യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു മരിച്ചു, അതുകൊണ്ട് ഇനി പ്രഭു ഇല്ല, ഈ ലോകം ദൈവത്തിൻ്റെ കയ്യിലാണ്, പിശാചിനൊരു സ്ഥാനവും ഇല്ലെന്ന് വാദിക്കുന്ന വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ. അവർക്കുള്ള മറുപടി നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, നാം ദൈവത്തിൽ നിന്ന് ഉള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. കൃത്യമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ജീവിച്ചിരിക്കുക. ഈ കവിതയിൽ എന്താ വേണ്ടേ? പത്രോസ് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ആരെ വിഴുങ്ങേണ്ടെന്നറിയേണ്ടതിന് പിശാച് അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. യാക്കോബ് പറയുന്നു, പിശാചിനിടം കൊടുക്കരുത്, ദൈവത്തോടടുത്ത് വരികയും പിശാചിനോട് എതിർത്ത് നിൽപ്പിനൊക്കെ പറയുന്ന വാക്യങ്ങൾ, ധാരാളം വാക്യങ്ങൾ ഇങ്ങനെയുമുണ്ട്. ഇതൊക്കെ തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മനുഷ്യനെ വഞ്ചിക്കുന്ന ആലോചനകളും ഉപദേശങ്ങളും നൽകുന്ന വേദപണ്ഡിതന്മാരെ പറ്റി സഹതപിക്കാനല്ലാതെ എന്ത് പറയേണ്ടു? പിശാചിൻ്റെ ഏജന്റന്മാർ എന്നല്ലാതെ അവരെക്കുറിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സത്യമതായതുകൊണ്ട് സത്യത്തെ മറച്ചു വയ്ക്കാൻ നമുക്കാവില്ലല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് യേശുക്രിസ്തുവും അസന്നിഗ്ധമായി തിരുവചനത്തിൽ ഉറപ്പിച്ച് പറയുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവമക്കളെ? എത്ര കൃത്യമായി ഈ വിഷയത്തെ അതിൻ്റെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വന്നാൽ, 4-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, കർത്താവ് ഇങ്ങനെ പരശുശ്രൂഷ ചെയ്ത് രോഗസൗഖ്യമൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ ശ്രുതി സുറിയായിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ദെക്കപോലി, ജെറുസലേം, യഹൂദിയ, യോർദാനക്കര എന്നീ ഇടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥവും നമുക്കറിയാം. യേശുവിൻ്റെ അടുക്കൽ ധാരാളം രോഗികൾ, പല വിധത്തിലുള്ള രോഗികൾ കടന്നു വന്നുവെന്നും അവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കി എന്നതും സത്യമാണ്. ഇന്നും പല കൺവെൻഷൻ സ്റ്റേജുകളിലും പല ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്ന ചില ആൾക്കാർ വിളിച്ചു പോകുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. യേശു സൗഖ്യമാക്കുന്നു, ഓടിവാ, ഇപ്പം സൗഖ്യമാകും. ഇവർക്ക് ഇത്രയും പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഇവിടെ ആശുപത്രിയെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ വിവരക്കേട് പറഞ്ഞ ആളുകളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. യേശുക്രിസ്തു വന്നത് നമ്മെ പാപത്തിൽ നിന്ന് വേണ്ടിയെടുത്ത് നിത്യരക്ഷയ്ക്ക് അർഹരാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. പിന്നെ യേശുക്രിസ്തു താൻ ക്രിസ്തുവാണെന്നും താൻ ദൈവപുത്രനാണെന്നും തനിക്ക് ദൈവിക അധികാരമുണ്ടെന്നും തെളിയിക്കാൻ വേണ്ടി അക്കാലത്ത് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, ഒത്തിരി സൗഖ്യം നടത്തി, പല കാര്യങ്ങൾ ചെയ്തു. സത്യം, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും ദൈവം അധികാരം കൊടുത്തിരുന്നു എന്നതും അവരും വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിരുന്നു എന്നതും മരിച്ചവരെ ഉയർപ്പിക്കുക വരെ ചെയ്തു എന്നതും സത്യം തന്നെയാണ്. അതും നിഷേധിക്കുന്നില്ല. ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതൊക്കെ ജനറലൈസ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ ആളുകളെ ചതിക്കുന്ന വഞ്ചനയുടെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ശക്തമായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു എന്നോർക്കുമ്പോൾ വളരെ ഗൗരവമായി നാം ഈ വിഷയങ്ങളെ കാണേണ്ടതല്ലേ ദൈവമക്കളെ? അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു പോലും നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ, കള്ളക്രിസ്തുക്കൾ പ്രത്യക്ഷമാകുമെന്ന്. വളരെ കൃത്യമായിട്ട് നമുക്ക് കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ
വാസ്തവം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് അഭയം ചൊല്ലാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, ഭേദാഭേദങ്ങൾ കൃത്യമായി വിവേചിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുവാൻ സർവശക്തനായ യഹോവയായ ഏകസത്യ ദൈവത്തോട് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. അത് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ടല്ലോ, നമുക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ടല്ലോ. ആ പുരോഹിതനായ, ആ മധ്യസ്ഥനായ, നമുക്ക് വീണ്ടെടുപ്പ് വിലയായി തന്നെത്താൻ കൊടുത്ത നമ്മുടെ ഗുരുവായ നാഥനായ നായകനായ യേശുക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരാമല്ലോ. ദൈവം നമ്മെ സത്യത്തിലേക്ക് നയിക്കട്ടെ. ദൈവമക്കളെ, വഞ്ചിക്കപ്പെടാൻ ഇടയാകാതെ വണ്ണം ഈ നാളുകളിൽ തിരുവചന സത്യങ്ങൾ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് ശ്രമിക്കാം. നമ്മളെ വികാരത്തിന് അടിമപ്പെടുത്തി നശിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒത്തിരി ദുഷ്ടന്മാരായ വേദപണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന വേഷം കെട്ടിയ ചില പ്രമാണിമാർ നടക്കുന്നുണ്ട്. അവരുടെ ചതിയിൽ അകപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്രയിക്കാം. നമ്മോട് കൂടിയിരിക്കാൻ, സകല സത്വത്തിലും വഴി നടത്തുവാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ സകല സത്യത്തിലും വഴി നടത്തട്ടെ. ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.